നിഗൂഢ വനത്തിലെ നിധി. അധ്യായം 1. അടയാളങ്ങൾ തേടി. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് ചാഞ്ഞപ്പോൾ 12-കാരൻ ആദർശും അവന്റെ ഉറ്റ സുഹൃത്ത് നയനയും പുഴയോരത്തുള്ള കാടുകളിലേക്ക് കാലെടുത്തു വെച്ചു. അവരുടെ കൈകളിൽ ആദർശിന്റെ മുത്തച്ഛൻ സമ്മാനിച്ച ഒരു പഴയ ഭൂപടം. ഈ ഭൂപടത്തിൽ ആരും കണ്ടെത്താത്ത ഒരു പുരാതന ക്ഷേത്രവും അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിധിയും അടയാളപ്പെടുത്തിയിരുന്നു. നോക്ക് നയന, മുത്തച്ഛൻ പറഞ്ഞ അടയാളം ഇതാണ്. ആദർശ് ഭൂപടത്തിലെ ഒരു മരത്തിനെ ചൂണ്ടി പറഞ്ഞു. ഒരു കൊടുങ്കാറ്റിൽ കടപുഴകിയ ഒരു കൂറ്റൻ മരമായിരുന്നു അത്. സാധാരണയായി പക്ഷികളുടെ പാട്ട് കേൾക്കാറുള്ള ഈ കാടുകളിൽ ഇന്ന് ഒരുതരം നിശബ്ദളം കെട്ടി നിന്നിരുന്നു. അവർ മുന്നോട്ട് നടക്കുംതോറും കാടിന്റെ ഭാവം മാറിമറിഞ്ഞു. ഇടതൂർന്ന മരങ്ങൾ വെളിച്ചം കടത്തിവിടാതായി. അന്തരീക്ഷം തണുത്തുറഞ്ഞു. മുന്നോട്ട് നടക്കുംതോറും ഭൂപടത്തിലെ അടയാളങ്ങൾ കൂടുതൽ വ്യക്തമായി തുടങ്ങി. പെട്ടെന്ന് അവർ ഒരു വലിയ പാറക്കൂട്ടത്തിനു മുന്നിലെത്തി. പാറയുടെ ഒരു ഭാഗത്ത് ഒരുതരം ലിപിയിൽ എന്തോ കൊത്തിവെച്ചിരിക്കുന്നു. ഇതെന്താ? നയന അത്ഭുതത്തോടെ ചോദിച്ചു. ആദർശ് ഭൂപടം ഒന്നുകൂടി പരിശോധിച്ചു. മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിധിയിലേക്കുള്ള ആദ്യ അടയാളം ഒരു രഹസ്യ ലിപിയിലായിരിക്കും. ഇത് വായിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ. അവർ ആ ലിപി സൂക്ഷിച്ചു നോക്കി. അത് ഒരുതരം കടങ്കഥയായിരുന്നു. കിഴക്ക് ഉദിക്കുന്നവൻ, പടിഞ്ഞാർ അസ്തമിക്കുന്നവൻ, അവന്റെ നേർരേഖ പിന്തുടരുക, അപ്പോൾ വഴി തെളിയും. കടങ്കഥ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി. സമയം വൈകുന്നേരം 4 മണി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആദർശിന് ഒരു ആശയം തോന്നി. സൂര്യൻ. കിഴക്ക് ഉദിച്ച് പടിഞ്ഞാർ അസ്തമിക്കുന്നവൻ സൂര്യനാണ്. അവർ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പടിഞ്ഞാറ് ദിശയിലേക്ക് നടന്നു. ദൂരെ ഒരു ചെറിയ ഗുഹയുടെ വാതിൽ കണ്ടു. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ച് ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരുതരം നേർത്ത ശബ്ദം കേൾക്കാമായിരുന്നു. ഒരുപക്ഷെ കാറ്റിന്റേതാകാം, അതോ മറ്റെന്തെങ്കിലും ആകാം. അവരുടെ സാഹസിക യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.